ഹേ യോൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്താലോ? ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെയാണ് കഴിച്ചത് നമുക്ക് നോക്കാം. മോർണിംഗിൽ തന്നെ ഞാൻ ഈ ഒരു കുക്കിയാണ് എടുക്കുന്നത്. ഈ കുക്കി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ്, എന്ത് തരം കുക്കിയാണെന്നുള്ളത്. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുക്കിയാണ്. നമ്മുടെ നട്ട്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കൂടെ തന്നെ സ്ട്രോബെറിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി മോർണിംഗിൽ ഞാൻ അധികവും കഴിക്കാറുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാരമലൈസ് ചെയ്തിട്ടുള്ള ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കുക്കീസിന് അധികം മധുരം കുറവാണ്. ഞാൻ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ടെങ്കിലും മധുരം കുറവാണ്. അപ്പം ഇനി നമുക്ക് ലഞ്ച് നോക്കാം. ലഞ്ച് നല്ല ചോറും സാമ്പാറും അവിയലും പപ്പടവും പുളിയഞ്ചിയൊക്കെയാണ് കേട്ടോ. അവിയലൊക്കെ ഒരു തട്ടിക്കൂട്ട് അവിയലാണ്. എല്ലാ വെജിറ്റബിൾസൊന്നും ഇല്ല, ഉള്ളതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ പുളിയഞ്ചി, ഈ ഒരു സാമ്പാറിൻ്റെ കൂടി അവിയലിൻ്റെ കൂടിയും പുളിയഞ്ചി കഴിക്കുന്നത് എനിക്കൊരു ഹോംലി ഫീല് കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ പപ്പടവും ഉണ്ട്. പപ്പടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ പോലെയല്ല, ഇവിടുത്തെ പപ്പടം നമ്മൾ പൊട്ടിച്ച ഉടനെ ചുട്ടെടുക്കുമ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. അടിപൊളിയാണല്ലേ? എനിക്ക് തന്നെ കണ്ടിട്ട് നല്ലൊരു മൊഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈവനിങ് ആയ സമയത്ത് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് വാക്കിന് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡിനെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കാറി കയറും. പിന്നെ ഞങ്ങൾ ചായ കടി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിയുടെ പോക്കറ്റ് കാലിയാക്കിയിട്ടേ തിരിച്ച് വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ പുള്ളിയെ ഇടയ്ക്ക് വെച്ച് കണ്ടു. അങ്ങനെ നമ്മൾ ചായയും കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്ന സമയത്ത് നമ്മുടെ കീറ്റയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്. കീറ്റയിൽ ഓർഡർ ചെയ്യാത്ത സൗദിയിലുള്ള ആളുകൾ ഓർഡർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഓർഡർ ചെയ്തോളൂ. ഫസ്റ്റ് ഓർഡറിൽ 50% ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓർഡറിലെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. നമ്മളൊരു ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഷവർമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുമ്പ്, പറഞ്ഞ ടൈമിൻ്റെ മുമ്പ് അതിനെ എത്തൂട്ടോ. അപ്പോൾ ഫുഡ് അടിപൊളിയാണ്. നമ്മൾ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നല്ലത് ഏതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ എൻ്റെ ഡിന്നർ പ്രിപ്പറേഷൻ കണ്ടാലോ? ഡിന്നർ ഇന്ന് മറ്റൊന്നുമല്ല, ദോശയും അതുപോലെ തന്നെ എഗ് റോസ്റ്റും ആണ്. അപ്പോൾ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എനിക്ക് ദോശ, എഗ് റോസ്റ്റ്, അതുപോലെ തന്നെ ദോശ ചട്നി, അങ്ങനത്തെ ചില സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് ദോശയുടെ കൂടെ ഇപ്പം കഴിക്കാൻ ഇഷ്ടം. കാരണം വേറൊന്നുമല്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്യണ്ടേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എഗ്ഗ് പിന്നെ നമ്മളെ ഡയറ്റിൽ ഡെയിലി നമ്മൾ ഉൾപ്പെടുത്തുന്നൊരു സാധനമാണ്. ഏതെങ്കിലും വഴിക്ക്, ഇനിയിപ്പോൾ എഗ്ഗ് നമ്മൾ മുട്ട പൊരിച്ചിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഡെയിലി നമ്മൾ മാക്സിമം എഗ്ഗ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗിലൊന്നും എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ എഗ് റോസ്റ്റ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശമാവ് ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് പൊങ്ങി വരാറൊന്നുമില്ല. പക്ഷേ വലിയ ടേസ്റ്റിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാറില്ല. ഈ ദോശ ചുട്ടെടുക്കുന്നത് നമ്മുടെ തനി മലയാളി പറഞ്ഞ പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ. ഇനി ചുട്ടെടുത്ത ദോശേനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ അതിലോട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് എടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ദോശ ചുടുന്നത്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഒരു 3-4 ദോശയും അതുപോലെ തന്നെ അതിലോട്ട് എഗ് റോസ്റ്റും പിന്നെ ഒരു അടിപൊളി ഡ്രാമയും. ഇതാണ് എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഞാനൊരു പുതിയ ഡ്രാമ സജഷനുമായിട്ട് വന്നിട്ടുണ്ട്. ലവ് സ്കൗട്ട് എന്ന് പറയുന്ന ഡ്രാമയാണ്. ഇപ്പോൾ ഒരു 7 എപ്പിസോഡ് ഏതാണ്ട് ആയിട്ടുണ്ട്. അടിപൊളി ഡ്രാമയാണ് കേട്ടോ. നല്ല ഫീൽ ഗുഡ് ഡ്രാമയാണ്. എൻഡിങ് എന്താണെന്ന് അറിയില്ല, പക്ഷേ വർത്ത് ടു വാച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഡ്രാമ ഞാൻ ഓൾറെഡി വാച്ച് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഞാൻ വേറൊരു മൂവിയിലോട്ട് കടന്നു. തത്സമയം ഒരു പെൺകുട്ടി, നമ്മുടെ മാർക്കോക്ക് ശേഷം ഞാൻ ഉണ്ണി മുകുന്ദൻ്റെ ഓരോ മൂവീസ് ഇങ്ങനെ എടുത്തിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെയാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ പുതിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ടാറ്റാ.